നമസ്കാരം. കേരളത്തിൽ എന്തിനായാലും രണ്ട് പക്ഷമുണ്ട്. ചില കാര്യങ്ങൾ രണ്ട് പക്ഷം വരുന്നത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ വായിൽ നിന്നാകുമ്പോഴാണ് അത് പൊറുക്കാനാവാത്ത തെറ്റാവുന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ വന്ദനാദാസ് എന്ന ഹൗസ് സർജൻ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് പിടിച്ചുകുലുക്കിയത് കേരളത്തിന്റെ ആകെ പൊതുബോധത്തെയാണ്. അതേസമയം ഈ ദാരുണ സംഭവത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. പിന്നെ ഈ മോൾ ഒരു ഹൗസ് സർജനാണ്, അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായപ്പോൾ ഭയന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് അവരിൽ നിന്ന് അറിയിച്ചിട്ടുള്ള ഒരു വിവരം. ഇങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വിലപ്പെട്ട അഭിപ്രായം. ഡോക്ടറിന് വേണ്ടത്ര പരിചയം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഭയന്നുപോയി എന്നാണ് ആദ്യം പറഞ്ഞത്. ഒരു സംശയമുണ്ട്, ഡോക്ടർമാർക്ക് ഈ രീതിയിൽ ഒരു വ്യക്തിയിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനും ആയോധന കല വല്ലതും അഭ്യസിപ്പിക്കാറുണ്ടോ എന്നാണ്. ഒരു മനോരോഗി ഒരു കത്തി ഉപയോഗിച്ച് അതിക്രൂരമായി ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ 23-കാരിയായ ആ ഡോക്ടർ ഭയപ്പെടുകയല്ലാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? മന്ത്രിയോട് ചോദിക്കേണ്ടി വരും. പിന്നെ മന്ത്രി പറഞ്ഞത് ആശുപത്രിയിൽ മതിയായ സുരക്ഷ ഉണ്ടായിരുന്നു എന്നാണ്. അത്ര സുരക്ഷയുണ്ടായിരുന്നിട്ടാണോ പോലീസ് കൊണ്ടുവന്ന ഒരു അക്രമി ഡോക്ടറെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്? മന്ത്രിയോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ന്യായീകരിച്ചോളൂ. പക്ഷേ ഉത്തരവാദിത്തമില്ലാതെ കണ്ണടച്ചിരുന്നിട്ട് ഇമാതിരി ന്യായീകരണം നടത്തിയാൽ അടുത്ത തവണ ആറന്മുളക്കാർ എന്ത് ചിഹ്നം കാണിക്കുമെന്ന് ഊഹിച്ചു വെച്ചോളൂ.